നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിന് രോഹിത് പോലീസ് തിരയുന്ന ഒരു കുറ്റവാളിയല്ലല്ലോ. പിന്നെ എന്തിനാണ് പോലീസ് രോഹിതിന് പിന്നാലെ വന്നത്? ഒരു എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അത് വിജയൻ എന്ന പോലീസുകാരൻ ഏറ്റെടുത്ത ഒരു പേഴ്സണൽ കൊട്ടേഷനായിട്ടാ എനിക്ക് തോന്നിയത്. ചന്ദ്രബോസ് എന്നൊരു പോലീസ് ഓഫീസറാ അയാളെ നിയന്ത്രിച്ചിരുന്നത്. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ഈ സുസ്മിതയുടെ ചിറ്റപ്പൻ ചന്ദ്രബോസ് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. പിന്നെ രോഹിത് എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? ഭാഗ്യം കൊണ്ട് മാത്രമാ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇങ്ങോട്ട് വാടാ. ആരായാലും ഇവിടുന്ന് പൊക്കോ, അതാ നിനക്ക് നല്ലത്. നിനക്കിനി എന്നെ മനസ്സിലായില്ലേ വിജയ? ഭൂമിയിൽ അധർമ്മവും അനീതിയും അക്രമവും ഒക്കെ പെരുകുമ്പോ ദുഷ്ടശക്തികളെ സംഹരിക്കാൻ ഒരു അവതാരം ഉണ്ടാവാറില്ലേ വിജയ? കലിയുഗത്തിലെ വൈഷ്ണവ അവതാരം കൽക്കി. Milord, you hear the words from the horse's mouth. ഈ രോഹിത് എന്ന സാധു യുവാവിന് സുസ്മിത എന്ന ഭാര്യയിൽ നിന്നുണ്ടായ തിക്ത അനുഭവം. ഈ രോഹിത് കൊല്ലപ്പെട്ടില്ല എന്നത് സുസ്മിതയ്ക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതല്ല മിലോഡ്. രക്ഷപ്പെട്ടത് ഈ രോഹിത്തിന്റെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത്രയും നിഷ്ഠൂരമായ പ്രവർത്തിക്കരയായ രോഹിത് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം കൊലപാതക കുറ്റം ഒഴികെയുള്ള ഒരു കുറ്റാരോപണങ്ങളും ഈ സുസ്മിതയുടെ മേലിൽ നിന്ന് നീക്കാൻ പാടില്ലെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രാണനെ പോലെ തന്നെ സ്നേഹിച്ചിരുന്ന ഭർത്താവിനെ കൊക്കയിലേക്ക് നിർദ്ദയം ചവിട്ടിത്തള്ളുകയും ആ ശരീരത്തിൽ ജീവന്റെ പൊടുപ്പെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തല്ലിക്കെടുത്താൻ വേണ്ടി പിന്നാലെ ഗുണ്ടാ പോലീസിനെ അയക്കുകയും ചെയ്ത ഈ സ്ത്രീയെ ഞാൻ ലേഡി ട്രാക്കുള എന്നും വാമ്പയർ എന്നും ഇനിയും വിളിക്കും ഈ ലോർഡ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.